ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെയുള്ള ഞങ്ങൾ യാത്ര കൊയിലാണ്ടി മുച്ചുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൻ്റെ പേരൊക്കെ അങ്ങനെ കേട്ട് എന്നല്ലാണ്ട് പോയിട്ടൊന്നുമില്ല. ഇന്നാണ് ആ ദിവസം എത്തിയിട്ട് പോകുന്ന വഴിയിൽ ചെറിയൊരു മഴയൊക്കെ കിട്ടി. പക്ഷെ ഞങ്ങൾ അതും താണ്ടി ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഇതാണ് മുച്ചുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രം. ഈ അമ്പലവും അതിന് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സ്ഥലവും നല്ല രസമാണ് ഗൈസ് കാണാൻ. ഇത് ഞങ്ങൾ ചുറ്റമ്പലത്തിലൂടെ നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നാഗക്കോട്ടയും ഇവിടുത്തെ ഒരു കുളമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 4 ഭാഗവും കാടാണ്. കാടുകൾക്കിടയിലാണ് ഈ അമ്പലം ഉള്ളത്. അമ്പലം ഉള്ളത് കുറച്ച് ഉള്ളോട്ടേക്കും മരത്തിൻ്റെ ഇടയിലും ഒക്കെ ആയതുകൊണ്ടാണോ അറിയില്ല, വലിയ ഇങ്ങനെ വാഹനത്തിൻ്റെ ശബ്ദം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഫുള്ളൊരു നിശബ്ദത. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഉണ്ട്, ഇവിടുത്തെ കുളം. അത് കാണാൻ വേണ്ടി ലാസ്റ്റ് പോയി. പക്ഷെ ഇത് നേരിട്ട് കാണാൻ എന്ത് രസമാണെന്നറിയോ, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കുളത്തിന് ചുറ്റുമുള്ള കല്ലുകൾ കെട്ടിയതാണ്. അത് കാണാൻ തന്നെ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഗൈസ്. ഇവിടെ വന്ന എല്ലാവരും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ കുളത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഞങ്ങളും ഇവിടെ കുറേ നേരം വന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കുറേ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കളിച്ച് ഇതൊക്കെയാണ് പോയത്. എങ്ങനെ ഉണ്ട് കേട്ടോ? അടിപൊളി. ഏട്ടന് ഇഷ്ടമായോ? ഇപ്പം മോളെ അമ്പലം എങ്ങനെ ഉണ്ട്? പിന്നെയോ സൂപ്പർ ആണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.